നമ്മളെ സ്വർണ്ണം എടുക്കാൻ പോകണം. കല്യാണം പെണ്ണല്ല, നമ്മളെ ചെക്കനിക്ക് വേണ്ടിയിട്ടാണ്. ഫുഡ് ചെക്കൻ വാങ്ങി തരായിരിക്കും. റിസ്ക് എടുക്കണ്ട. അവിടെയുള്ള റൂമത്തെ ഫുഡും കഴിച്ചാൽ അവിടെ നേരെ ഇങ്ങനെ ഇരുട്ടായി കരുതുന്ന പാർക്കാണ് ഈ കാണുന്നത്. ലേറ്റ് ഇട്ടപ്പോൾ ഉഷാറായിക്കണം. വെള്ളക്കച്ചവടക്കാരൻ തീരെ ഇവിടെ കാണില്ല. അങ്ങനെ നൈഫ് സിഗ്നലും ക്രോസ് ചെയ്ത് നേരെ അവിടെ നടന്നപ്പോൾ ആ ചെക്കന്മാരൊക്കെ ഇടുന്ന് ഓടാണ്. അങ്ങനെ നൈഫിലെ പള്ളി എത്തി തൊട്ടടുത്തിലെ നൈഫിന്റെ പോലീസ് സ്റ്റേഷനെ കടന്നു ഒരു ഡാർക്ക് ഗ്രീൻ ഒരു വണ്ടി എടുക്കണം. ഓ രക്ഷ. ഇതാണ് ദുബായിലെ സൈക്കിൾ ട്രാക്ക്. സംഗതി സൈക്കിൾ ട്രാക്ക് ആണ് പോണ മൊത്തം നമ്മളെ പോലത്തെ ആൾക്കാർ. ഈ തിരക്കിന്റെ ഉള്ളിലേക്കൊക്കെ വണ്ടി ഓടുന്നവരെ സമ്മതിക്കാനുമാണല്ലേ. അങ്ങനെ നടന്നിറങ്ങി നമ്മളെ ഗോൾഡ് സൂക്ക് എത്തി. അങ്ങനെ അവിടെ ഇവിടെ തിരിഞ്ഞ് നേരെ പോയത് ഗോൾഡ് സൂക്കിനുള്ളിലുള്ള ജോയാൽ. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി ഞാൻ ചെക്കനെ ഓരോ സാധനം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ കേട്ടെ നമുക്ക് പോയി ഗോൾഡ് സൂക്ക് ഒന്ന് കറങ്ങിയടിച്ച് വരാം. ഓ മോനെ, ഈ കാണുന്ന ഐറ്റങ്ങളൊക്കെ അല്ലേ നമ്മളെ തൃശ്ശൂർ പൂരത്തിന് ആനാളെ നെറ്റിപ്പെട്ട എഴുന്നേൽപ്പിന് നിർത്തില്ല. അതേ വൈകില്ല. ഇതൊക്കെ ആരാണ് വായിക്കുണ്ടാവില്ല. എന്തായാലും എന്റെ പെണ്ണുങ്ങളൊന്നും ഈ പരിസരത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൾക്ക് വേണ്ട സാധനം ഉണ്ടാവില്ല. ഈ റിംഗ് ഉണ്ടല്ലോ ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ എഴുതിയപ്പോഴാണ് കേട്ടോ വലിയൊരു റിംഗ്. അങ്ങനെ ഗിന്നസ് ബുക്കിൽ റെക്കോർഡിയ ഗോൾഡ് കണ്ട് തൊട്ടപ്പുറത്ത് കണ്ണു പോയത് അവളെ മേത്തോട്ടാണ്. ഒന്നും നോക്കിയില്ല. പിന്നെ അതൊന്നും കഴിഞ്ഞാൽ തൊട്ട നമ്മളെ ഫൈസലിക്കാരന്റെ മലബാർ ഗോൾഡ് എങ്ങോട്ട് തിരിഞ്ഞാലും സ്വർണ്ണക്കട ഉള്ളിൽ. ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്നിട്ട് നോക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടില്ല. പൈസ ചെയ്യാത്തവരെ നമ്മൾ ഇറച്ചിക്കടയിൽ പോയി വായിക്കുക. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അതിൽ അവനെ താലിയും കെട്ടി സാധനം ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം 4500 ദിർഹംസിന് ശേഷം സാധനം വാങ്ങിയ ശേഷം ഒരു കുപ്പി വെള്ളം തന്നു. ജോയാലിക്കാസിനോട് താങ്ക്സും പറഞ്ഞത് അവന്റെ സാധനം വാങ്ങിക്കുന്നു. പിന്നെ ചെക്കൻ എന്ത് ചെയ്ത് ഇത്ര ക്ഷീണിച്ചല്ലോ അവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള കോഴിക്കോട് സ്റ്റാർക്കന്നെ അവനെ കൊണ്ട്. കാരണം ഗോൾഡ് സൂക്ക് കംപ്ലീറ്റ് നടന്ന് ആകെ ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ച് വന്ന ക്ഷീണം കൊണ്ട് എന്ത് ചെയ്ത് സലാഡും ആണ് തുറക്കം കുറിച്ചതിന് ശേഷം പിന്നെ സൂപ്പ് എടുത്താണ്ട് കുടിച്ച്. അൽഹംദുലില്ലാ റായത്ത്. ഇവന്റെ കൈ കൊണ്ടൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഫുഡാണ്, മുതലാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ലോലിപോപ്പ് ചെമ്മി വെച്ചിട്ട് ഒരു പുതിയ ഐറ്റം തരണപ്പോ ഒന്നും നോക്കില്ല. അങ്ങോട്ട് പോന്നോട്ടോ എന്ന് പറഞ്ഞു അതും എടുത്ത് ലോലിപോപ്പും കടിച്ച് പറിച്ചു. ആശാൻ അവിടെ ഇരുന്ന് നല്ല തട്ടാണ്. അപ്പൊ അപ്പുറത്ത് നോക്കി വെജിറ്റബിളും എന്തൊക്കെ ആക്രാന്തം കാട്ടി. എന്താ ചെയ്യുക. അങ്ങനെ മെയിൻ ഐറ്റം വന്ന് ചാർക്കോളും പൊറാട്ടിയും. ഒന്നും നോക്കില്ല. അതിന് പൊറാട്ടിയും പീസ് കൊടുത്ത് ഒരു ചിക്കന്റെ പീസ് കൊടുത്ത് നേരെ അടിച്ച്. അതും കഴിഞ്ഞ് നേരെ താഴോട്ട് ഇറങ്ങി ചെക്കന്റെ ബില്ലും കൊടുത്ത് ഇന്നത്തെ കഴിഞ്ഞ് ബാക്കി നാളെ.